മലയാളത്തിന്റെ സുഹൃതമായി എന്നും എക്കാലവും നമ്മുടെയൊക്കെ ഓർമ്മകളിലുണ്ടാകും ഇനി MT എന്ന രണ്ടക്ഷരം. അല്ലമീനും അലി അക്ബർ ഷായും സാനിയോ മനോമിയും ഒക്കെ അഭിലാഷമാണ് MTയുടെ അന്ത്യയാത്രയിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി തുടർന്നത്. അല്ലമീൻ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ എല്ലാം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പരമാവധി അദ്ദേഹത്തിന്റെ നിഷ്കർഷകൾ അനുസരിച്ചുകൊണ്ടല്ലേ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുന്നത്? അതിൽ സംശയമില്ല. പക്ഷേ MT ആഗ്രഹിച്ചതുപോലൊരു യാത്രയപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും തീരാ നഷ്ടവും ഒരു കുറ്റബോധവുമായി അവശേഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സുജയ. കാരണം അത്രത്തോളം മലയാള സാഹിത്യത്തിന് ഒപ്പം മലയാളിക്ക് കേരളത്തിനൊക്കെ സംഭാവനകൾ ചെയ്തൊരു അതുല്യ പ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി, അദ്ദേഹത്തിൻ്റെ സാധാരണത്വം അതൊക്കെ മുൻനിർത്തിയാണ് ഒരസാധാരണത്വവും തൻ്റെ മരണാനന്തര ജീവിതത്തിലോ അതോ മരണാനന്തര പ്രക്രിയകളിലോ വേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തത്. പക്ഷേ അത് പൂർണ്ണമായും അംഗീകരിക്കുന്നതിലൊരു തടസ്സവുമില്ല. പക്ഷേ ആ ആവശ്യം പൂർണ്ണമായി അംഗീകരിച്ച് ഒരു ബഹുമതിയുമില്ലാതെ അദ്ദേഹത്തെ യാത്രയാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷേ അത് കേരളത്തിനും മലയാളിക്കും സാഹിത്യ ലോകത്തിനും ഇന്നല്ലെങ്കിൽ നാളെ വല്ലാത്ത കുറ്റബോധമായി അവശേഷിക്കുമെന്നുള്ളത് കൊണ്ടാണ് ചില നിർബന്ധത്തിന് സർക്കാർ വഴങ്ങിയത്. അത് കുടുംബം അംഗീകരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ പൂർണ്ണാർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും MT പറഞ്ഞതുപോലെ ആ അർത്ഥത്തിൽ പാലിക്കാനായില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരവ് നൽകിക്കൊണ്ട് തന്നെയാണ് കേരളം MT എന്ന മലയാളികളുടെ അതുല്യ പ്രതിഭയ്ക്ക് യാത്രയപ്പ് നൽകിയത്. ഇപ്പോൾ ഈ സ്മൃതി പദത്തിൽ തന്നെ ഒരു അനുശോചന യോഗം ചേരുന്നുണ്ട്. MTയെക്കുറിച്ച് മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള ആളുകൾ, സാഹിത്യ രംഗത്തുള്ള ആളുകൾ, സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ അവരൊക്കെ അണിനിരന്നുകൊണ്ട് MTയെ സ്മരിക്കുകയാണ്, ഓർക്കുകയാണ്. അവരിൽ പലർക്കും MT എന്നുള്ളത് ഒരു പക്ഷേ നേരിട്ടുള്ള അനുഭവത്തെക്കാൾ, നേരിട്ടുള്ള ആത്മബന്ധത്തെക്കാൾ, ഹൃദയത്തിൽ ദൂഢമൂലമായ വ്യക്തിബന്ധത്തെക്കാൾ MTയുടെ എഴുത്തിലൂടെ, വായനയിലൂടെ അവരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചയാളാണ് MT എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം MTയുടെ എഴുത്തിൽ, MTയുടെ ഓരോ കൃതികളിലും, ഓരോ രചനകളിലും, ഓരോ വരികളിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ടാകും. എൻ്റെ ജീവിത പശ്ചാത്തലമുണ്ടാകും, സുജയയുടെ ജീവിത പശ്ചാത്തലമുണ്ടാകും, സുജയ കണ്ട ജീവിതങ്ങൾ ഒരു പക്ഷേ അവിടെ MT വരികളിലൂടെ വരച്ചിട്ടുണ്ടാകും. അങ്ങനെ ഓരോ ആളുകൾക്കും പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ബന്ധം, ഒരു നൂൽബന്ധം MTയുടെ എല്ലാ എഴുത്തുകളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതുകൊണ്ടാണ് MT പലപ്പോഴും വാത്തോരാതെ സംസാരിക്കുകയോ വാചനാവുകയോ ചെയ്യുന്നയാളല്ല. അങ്ങനെ ഒരു മൗനം ഭുജിച്ചിരിക്കുന്ന ഒരാളോട് ഇത്രമേൽ ആത്മബന്ധം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനുത്തരം അദ്ദേഹത്തിൻ്റെ എഴുത്തു തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെയാണ്. ആ കൃതികളിലും ആ എഴുത്തിലും MT ആവിഷ്കരിച്ചിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്, അതിനെ അവലംബിച്ചിരിക്കുന്ന കഥാതന്തുവും കഥാപശ്ചാത്തലവും ഒക്കെ തന്നെയാണ്. അത് ഓരോരുത്തരെയും സംബന്ധിച്ച് പരസ്പരം ബന്ധിപ്പിക്കുന്ന, അവർക്ക് ബന്ധമുള്ള, അവർ കണ്ട ജീവിതങ്ങളുടെ ഒരു മറുപുറമായി അല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാനമായിട്ടൊക്കെ അത് വായിച്ചെടുക്കാൻ ഓരോരുത്തർക്കും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ജനക്കൂട്ടം ഇവിടേക്ക് ഒഴുകിയെത്തിയത്. പൊതുദർശനമില്ല എന്ന് തീരുമാനിച്ചിട്ടും സാധാരണ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പൊതുദർശനം പലതരത്തിൽ സംഘടിപ്പിക്കാറുണ്ട്, പലയിടങ്ങളിൽ സംഘടിപ്പിക്കാറുണ്ട്. MTയെ സംബന്ധിച്ചും അത് നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല. പക്ഷേ എന്നിട്ട് പോലും MT ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ഒരു പൊതുദർശനവും അങ്ങനെ ഒരു അസാധാരണമായിട്ടുള്ള നടപടികളും തനിക്ക് വേണ്ടതില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് വീട്ടിൽ തന്നെ മൃതദേഹം വെച്ചതും അടുത്ത ബന്ധുക്കൾക്കും മറ്റും കണ്ട് സംസ്കാര നടപടിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചെങ്കിൽ പോലും നിരവധി ആളുകളുടെ ഒഴുക്കായിരുന്നു ആ വീട്ടിലേക്ക് നമ്മൾ കണ്ടത്. സ്വാഭാവികമായി ഇപ്പോഴും ഈ ആളുകൾ പിരിഞ്ഞു പോയിട്ടില്ല. അവരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആ ചിതയിലേക്ക് ഒടുങ്ങിയെങ്കിലും അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കി മടങ്ങിപ്പോകാനാകാത്ത വിധം ഇപ്പോഴും ആളുകൾ കനം വെച്ച മുഖവുമായി നിൽക്കുന്ന പലരെയും നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ പല എഴുത്തുകളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കിടുന്ന ആളുകളെ കാണാം. ഇന്ന് വന്ന പത്രങ്ങൾ പലതും MTയുടെ ഓർമ്മകളും MTയെക്കുറിച്ച് മാത്രം പ്രത്യേക സപ്ലിമെൻറ്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. പത്രത്താളുകളിൽ MTയെക്കുറിച്ച് എഴുതിയത് നോക്കിയിരിക്കുന്ന പ്രായമുള്ള നിരവധി ആളുകളുണ്ട്. ഈ പറഞ്ഞതുപോലെ പ്രായഭേദം എന്ന് പറയുന്നത് MTയുടെ വായനയ്ക്കോ MTയുടെ കൃതികളിലേക്ക് നടന്നെടുക്കുന്നതിനോ ഒരു തടസ്സമല്ല. ഏത് പ്രായത്തിലുള്ളവർക്കും MT എന്നത് അല്ലെങ്കിൽ MTയുടെ കൃതികൾ എന്ന് പറയുന്നത്, MTയുടെ എഴുത്തെന്ന് പറയുന്നത് അവർക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്ന, അവരുടെ ജീവിത സാഹചര്യവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന എഴുത്തുകളായിരുന്നു. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ ഓർത്തെടുത്തുകൊണ്ട് ഈ സായം സന്ധിയിൽ MTക്ക് കൂട്ടായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ സ്മൃതിപഥത്തിൻ്റെ മുക്കുമൂലകളിൽ ഓരോ ഇടനാഴികളിലും ആളുകൾ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. അല്പം കൂടി കഴിയുമ്പോൾ ഇവരൊക്കെ മടങ്ങിപ്പോകുമായിരിക്കും. പക്ഷേ ഇവരൊക്കെ ഇവിടെ നിന്ന് മടങ്ങിപ്പോയാലും MT മടങ്ങിയിരിക്കുന്നു. ഇനി MTയെ വിട്ട് ഈ കാണുന്ന ആൾക്കൂട്ടമൊക്കെ മടങ്ങിപ്പോയാലും അവരുടെ മനസ്സിൽ നിന്ന്, അവരുടെ ഹൃദയത്തിൽ നിന്ന്, അവരുടെ ഓർമ്മകളിൽ നിന്ന് കാലത്തിനപ്പുറം നിൽക്കുകയാണ് ഒരു മഹാമേരു പോലെ MT എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അല്ലമീൻ ഇപ്പോൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ.